ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ലോഞ്ച് എപ്പിസോഡിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആണ്. ലോഞ്ച് എപ്പിസോഡ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് വളരെ ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. എന്ത് തനിക്ക് തോന്നി? ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം നല്ലൊരു ഗ്രാൻഡ് ലോഞ്ചായിരുന്നു. സോ എനിക്കാണെങ്കിൽ മൊത്തത്തിലുള്ള പെർഫോമൻസ്, ലാലേട്ടൻ്റെ എൻട്രി, ലാലേട്ടൻ്റെ പെർഫോമൻസ് മൊത്തത്തിൽ എനിക്ക് നല്ലൊരു ഇംപ്രഷനാണ് ഉണ്ടായിട്ടുള്ളത്. ലാലേട്ടന് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഉള്ളത്, അതായത് ലാലേട്ടൻ്റെ കോട്ട് മാറി കഴിഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ്റെ പുതിയ ലുക്ക് വന്നതോടുകൂടി അടിപൊളി ഒരു കോൺഫിഡൻസ് ഉള്ള പോലെ എനിക്കും തോന്നി. അതെ, എനിക്കും ആ സെയിം ഒപ്പീനിയൻ തന്നെയാണ്. അതായത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ലാലേട്ടനെ, അതായത് മുണ്ടൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു തനി നാടൻ ലാലേട്ടനെയാണ് നമുക്ക് ഈ പ്രാവശ്യം കാണാൻ പറ്റിയത്. അപ്പോൾ അത് കാരണം പുള്ളിക്കും അതൊരു കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സായത് കാരണം പുള്ളിയും ആ ഒരു കോൺഫിഡൻസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു എല്ലാത്തിലും ഒരു കുറച്ച് എനർജി, എല്ലാ സീസണിലെ വെച്ചിട്ട് കുറച്ച് എനർജി കൂടുതലുള്ള പോലാണ് എനിക്കും ഫീൽ ചെയ്തത്. അപ്പോൾ ഇനിയും എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിലും ഇതുപോലെ എനർജിയുള്ള ലാലേട്ടനെ നമുക്ക് കാണട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം ഇതിനകത്തിൽ പലയിടത്തും പുള്ളി ക്ലൂ പറയുന്നുണ്ട്, ഞാൻ ഈ എല്ലാ പ്രാവശ്യത്തെയും പോലല്ല, ഈ പ്രാവശ്യം എല്ലാവർക്കും പണി തരും എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വിചാരിക്കാം, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ലാലേട്ടനെ ഈ പ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഇന്ന് ആദ്യം നടന്ന ഗെയിമിനെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം? അതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് നിനക്ക് മനസ്സിലായിരുന്നോ? അല്ലെങ്കിൽ നീ അതിനെ പറ്റി എന്താ ചിന്തിക്കുന്നത്? ഏതാ ഗ്ലാസ്സിൽ പോയി തൊടുന്ന ഗെയിമോ? ഗ്ലാസ്സിൽ പോയി തൊടുന്ന ഗെയിം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീടുള്ള ഒരു ടാസ്കിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ അതിന്റെ ഇന്നർ മീനിങ്ങിനെ പറ്റി ഞാൻ ചിന്തിച്ചില്ല ശരിക്കും. എന്തെങ്കിലും മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഗൈഡ് ചെയ്യാൻ നിൽപ്പുണ്ട്. ഒരാൾ ഗൈഡ് ചെയ്യാൻ നിൽക്കുക എന്നുള്ളത് ഐദർ അതൊരു ഫുൾ ബിഗ് ബോസ് ഗെയിമാണ് ആ ഒരൊറ്റ ഫസ്റ്റ് ഗെയിമിൽ കാണിച്ചേക്കുന്നത്. അതായത് ഒരാൾ ഗൈഡ് ചെയ്യുന്നത്, അതായത് അത് നമ്മുടെ ഓഡിയൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഓഡിയൻസിന്റെ ഇഷ്ടപ്രകാരം അല്ലെ ഓഡിയൻസിന്റെ ഗൈഡൻസ് പ്രകാരം എങ്ങനെ മൂവ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന്, അതായത് അതിനൊരു ടൈമുണ്ട്. അതായത് ഓഡിയൻസ് ഒരു കാര്യം ചിന്തിക്കുന്നല്ല, ഒരു ഓഡിയൻസ് ഒരാളെ പറ്റി ഇന്ന രീതി മൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അയാൾ അതിന് സമയം കൂടുതൽ എടുക്കുകയാണെങ്കിൽ അയാൾക്ക് ടൈമില്ല, അയാൾ ഔട്ടായിപ്പോൾ. അതേസമയം ആ ഓഡിയൻസിന്റെ നിർദ്ദേശപ്രകാരം എങ്ങനെ സ്ട്രാറ്റജി മാറ്റി കളിച്ച് എത്രയും പെട്ടെന്ന് മുന്നിലെത്തുന്ന ആൾക്കാണ് വിജയം കരസ്ഥമാക്കാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഞാൻ അതിനകത്ത് നിന്ന് മനസ്സിലാക്കിയ ഇനി നമുക്ക് കണ്ടസ്റ്റന്റിലേക്ക് പോവാം. ആദ്യമായി കയറിയത് അനീഷ് തറയിൽ എന്ന് പറയുന്ന ആളാണ്, കോമണറാണ്. അനീഷ് തറയിലിനെ പറ്റി എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, അനീഷ് തറയിൽ നല്ല നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്, നന്നായിട്ട് കളിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ പുള്ളി ആദ്യം കയറിയ ദിവസം മുതൽ തന്നെ കളി തുടങ്ങിയിട്ടുണ്ട്. പുള്ളി എല്ലാവരുടെ അടുത്തും ഒരു ഇച്ചിരി ഗ്യാപ്പ് ഒക്കെ വിട്ട് അങ്ങോട്ട് എന്നാ പറയുക, ഒരു ഇച്ചിരി സർക്കാസ്റ്റിക് ആയിട്ട് എല്ലാവരെയും ഒരു കളിയാക്കുന്ന രീതിയിലോ അല്ല, ഒരു സർക്കാസ്റ്റിക് ആയിട്ടുമാണ് എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നത്, എക്സെപ്റ്റ് അഭിലാഷിന്റെ അടുത്ത് മാത്രം. എനിക്കറിയത്തില്ല അത് പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി ആണോ, ആ വഴി ഓഡിയൻസിന്റെ ഒരു സോഫ്റ്റ് കോർണർ കിട്ടും ആ വഴിക്ക് കയറാനാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പുള്ളി ആദ്യമേ ഇത് എല്ലാവരുടെ അടുത്തും ഒരു അഗ്രസീവ് ആയിട്ടാണ്, നമുക്കൊരു റെസ്പെക്ട് ഫസ്റ്റേ നമ്മളൊരു പ്രതീക്ഷിക്കുമല്ലോ, എല്ലാവരുടെ അടുത്തും ഒന്ന് പോയി മിണ്ടി ഹായ് ബൈ പറഞ്ഞ് ഒരു ജസ്റ്റ് ഒരു മിണ്ടാനും മാത്രമുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാന്നുള്ളൂ. പുള്ളി അതിന് പോലും മെനക്കെടാതെ ആദ്യമേ തന്നെ ഭയങ്കര ഒരു ബാരിയർ ഉണ്ടാക്കിയിട്ട് ഒരു റോങ് ഫോമിലാണ് പുള്ളി പോകുന്ന പോലെ എനിക്ക് തോന്നി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചിലപ്പം ചില പ്രഷറിലെങ്കിലും അതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ, പുള്ളിയുടെ ബിഹേവിയർ അങ്ങനെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ കാരണം. പക്ഷെ ഒരു ഗെയിം വൈസ് നോക്കുമ്പോൾ പുള്ളി ഒരു കോമണറാണ്. ബാക്കി എല്ലാവരും എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അല്ലെന്നുണ്ടെങ്കിൽ ലൈം ലൈറ്റ് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം പുള്ളി ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആദ്യത്തെ വീക്കിൽ തന്നെ ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള പോക്കിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഈ ഒരു പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് തോന്നുന്നു പുള്ളി ആ ഒരു സ്ട്രാറ്റജി എടുത്തതെന്ന് കരുതുന്നു. എനിക്കും നല്ല പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അനീഷ്. അപ്പം ഗോയിങ് ഫോർ, പക്ഷേ ആ പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് അറിയത്തില്ല അത് എത്രത്തോളം പുള്ളിയെ സഹായിക്കുമ്പോൾ. മറ്റേ സ്ത്രീവിരുദ്ധത എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അപ്പം അത് എങ്ങനെ മുന്നോട്ട് പുള്ളിക്ക് അത് പുൾ ഓൺ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അടുത്തത് അനുമോളിനെ എനിക്ക് സ്റ്റാർ മാജിക്കിലൂടെയാണ് കണ്ടുപരിചയമുള്ളത്. അപ്പം അനുമോള് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുന്നു, നല്ലപോലെ പ്ലേ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഓരോ സ്ട്രാറ്റജിയുമായിട്ടല്ലേ വരുന്നത്, അതുപോലെ അനുമോളും എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. അനുമോളുടെ കാര്യം പറയുവാണെങ്കിൽ സ്റ്റാർ മാജിക്കിലൊക്കെ നന്നായിട്ട് ടാസ്ക് ഒക്കെ ചെയ്യും, പക്ഷേ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറാറുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം ഇത് തന്നെ ലൈൻ തന്നെ ഇവിടെ പിടിക്കുമോ എന്നറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, പുള്ളിക്കാരി ടാസ്ക് ഒക്കെ ചത്ത് കിടന്ന് ആണെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഓക്കെ, അപ്പം ഇനി അടുത്തതായിട്ടുള്ളത് ആര്യൻ കത്തൂരിയ ഒരു മോഡൽ ആൻഡ് ആക്ടറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആര്യൻ കത്തൂരിയ കാണുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് പുള്ളിയുടെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ എനിക്ക് ഫീൽ ചെയ്തു. പുള്ളി നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്, പിന്നെ നല്ല ലുക്കുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട് പുള്ളിക്ക് കുറേ വോട്ട് കിട്ടാനുള്ള സാധ്യത ആ വഴിക്ക് കാണുന്നുണ്ട്. പിന്നെ നന്നായിട്ട് പ്ലേ ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം പുള്ളി ഒരു നല്ല കണ്ടസ്റ്റന്റ് ആണ്, നന്നായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ആര്യൻ കത്തൂരിയ. അപ്പം നമുക്ക് പുള്ളിയെ പറ്റി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആര്യനെ. പക്ഷേ നമുക്ക് ആ ഒരു പുള്ളിക്കാരൻ്റെ ഒരു ബോൾഡ്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കും പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ. അടുത്തത് കലാഭവൻ സരിക. ഞാൻ പല കോമഡി ഷോകളിലും TV സ്കിറ്റുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്, പണ്ട് മുതലേ കണ്ടിട്ടുള്ള ഒരാളാണ്.
പുള്ളിക്കാരി നല്ല അത്യാവശ്യം നല്ല ബോൾഡായിട്ടുള്ളൊരു ഒരു ആക്ട്രസ് ആണ്. അപ്പം നല്ല ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ഇവിടെ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നല്ലപോലെ പ്ലേ ചെയ്യാനും നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾ, ചെറുപ്പം മുതലേ സ്റ്റേജ് ഷോകളിലൊക്കെ പങ്കെടുക്കുന്ന ആളായത് കാരണം പുള്ളിക്കാരി നല്ല ബോൾഡായിട്ട് ബിഗ് ബോസിൽ കളിക്കുന്നതാണ്. എനിക്ക് നല്ല പ്രതീക്ഷയുള്ളൊരു ആളാണ്, ഒരു കണ്ടസ്റ്റന്റ് ആണ് കലാഭവൻ സരിക എന്ന് പറയുന്ന ആൾ. ഈവൻ എനിക്കും അത് തന്നെ. കാരണം ആദ്യമാണ് ഇൻട്രോയിൽ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് എപ്പോഴും ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമെങ്കിലും പുള്ളിക്കാരി ഒരു ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളിക്കാരി നന്നായിട്ട് ഇറങ്ങി കളിക്കാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. പക്ഷെ അറിയില്ല, നമ്മൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അതിൽ കയറി കഴിയുമ്പോൾ അവർ എങ്ങനെയാണ് ഇമോഷണലി എങ്ങനെയാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് പോകുന്നതെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് പുറത്തുനിന്ന് കരുതുന്ന പോലെ ആയിരിക്കത്തില്ല. ബോൾഡാണെന്ന് പറഞ്ഞിട്ടൊക്കെ കയറുന്ന ആൾക്കാരും ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ചിലപ്പോൾ അവരെ കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയില്ല. ബട്ട് എനിക്കും പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് കലാഭവൻ സരിക. അടുത്തത് അക്ബർ ഖാനാണ്. അക്ബർ ഖാനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അക്ബർ ഖാനെ കാണുന്നത് സരിഗമപ്പയിലൂടെ മാത്രമാണ്. അതിന് മുന്നേ റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. അതിനുശേഷം പല യൂട്യൂബ് വീഡിയോകളിലും പല ഇന്റർവ്യൂകളിലും ഒക്കെ അക്ബർ ഖാനെ കണ്ടിട്ടുണ്ട്. അക്ബർ ഖാൻ എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇത്രയും പ്രഷറൊക്കെ താങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അക്ബർ ഖാൻ എന്തെങ്കിലും പ്ലാനുകളുമായിട്ടായിരിക്കും, തീർച്ചയായിട്ടും പുതിയ സ്ട്രാറ്റജികളുമായിട്ടൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. അക്ബർ ഖാനിലും നമുക്ക് പ്രതീക്ഷ വെക്കാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഞാൻ ആക്ച്വലി അക്ബറിനെ നേരത്തെ ഇന്റർവ്യൂസോ അല്ലെങ്കിൽ പുള്ളിയുടെ സംസാരം ഒന്നും കേട്ടിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഫ്രം ദ BB ലോഞ്ച് എന്ന് പറയുന്നത് എനിക്ക് പുള്ളി കളിക്കുമെന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെ പോകുമെന്നുള്ളത് നോക്കാം. നമുക്ക് ഒരു പ്രതീക്ഷയുള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ് അക്ബർ. അടുത്തത് RJ വിൻസിയാണ്. പുള്ളിക്കാരി ഒരു റേഡിയോ ജോക്കിയാണ്, ഒരു ടെലിവിഷൻ ആങ്കറാണ്. അപ്പം വിൻസിയെ പറ്റിയും നമുക്ക്, ഞാൻ വിൻസിയുടെ RJ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ അറിയില്ല. പക്ഷേ RJ ആയത് കാരണം നന്നായിട്ട് സംസാരിച്ച് നിൽക്കാനൊക്കെ ഉള്ള എന്തായാലും കഴിവുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വിൻസി നന്നായിട്ട് പ്ലേ ചെയ്യാൻ നല്ല കഴിവുള്ള ആളാണെന്നാണ് എനിക്കും പേഴ്സണലി തോന്നുന്നത്. അടുത്തത് ഒനീലിനെ പറ്റിയാണ്. ഒനീലിനെ പറ്റി പറയുവാണെങ്കിൽ ഒനീലിനെ പറ്റി ബൂംബാങ്കിലൂടെയാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. ഒനീൽ പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ലോയറാണ് പുള്ളി. അപ്പോൾ തന്നെ നന്നായിട്ട് സംസാരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യങ്ങളൊക്കെ നന്നായിട്ട് വിശകലനം ചെയ്ത് അതിന്റെ പോസിറ്റീവും നെഗറ്റീവും പോയിന്റ്സുകളൊക്കെ എടുത്ത് പറയാൻ കഴിവുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അപ്പം പുള്ളിക്കും ഡെഫിനറ്റ്ലി നല്ല സ്ട്രാറ്റജിയും നല്ല പ്ലാനുകളും ഉള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പം എനിക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരാളാണ് ഒനീൽ സാബു. നന്നായിട്ട് പ്ലേ ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ ഈ സെയിം തന്നെ. ഞാൻ ബൂംബാങ്കിലൂടെയാണ് പുള്ളിനെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ എന്നെ ഇംപ്രസ് ചെയ്ത ആ വീഡിയോസിൽ ഇംപ്രസ് ചെയ്ത കാര്യം പുള്ളിയുടെ ഒരു ഡീറ്റെയിൽ നോളജ്, അതെങ്ങനെയാണ് പുള്ളി അത് പ്രസന്റ് ചെയ്യുന്നത്, ആ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര രസമായിട്ടാണ് പുള്ളി അത് ചെയ്തത്. അപ്പം ഓഡിയൻസിലെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് കേപ്പബിലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ഒനീൽ സാബു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നല്ലൊരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ് ഒനീൽ സാബു. അടുത്ത കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് മിഡ്നി സെബാസ്റ്റ്യനാണ്. പുള്ളിക്കാരി ഒരു ഡോക്ടറും ഒരു ടെലിവിഷൻ ആക്ട്രസുമാണ്. അപ്പം ഗീതാ ഗോവിന്ദം എന്ന് പറഞ്ഞ ഒരു സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഒരു കുറച്ച് സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം എനിക്കറിയില്ല ഇങ്ങനൊരു സർവൈവൽ ഗെയിമിൽ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരി എത്രമാത്രം സർവൈവ് ചെയ്യുമെന്നുള്ളത്. അപ്പം മുന്നോട്ടുള്ള നമുക്ക് കാണാൻ അറിയില്ല, നമുക്ക് നോക്കാം, നമുക്ക് മുന്നോട്ട് നോക്കാം എങ്ങനെ പുള്ളിക്കാരി പെർഫോം ചെയ്യുന്നതെന്നുള്ളത്. അതെ, എനിക്കും സെയിം അഭിപ്രായം തന്നെയുള്ളത്. പിന്നെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒട്ടും അഗ്രസീവ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്തതായിട്ടുള്ളത് അഭിലാഷാണ്. അഭിലാഷ് എനിക്ക് തോന്നിയിട്ടുള്ള അഭിലാഷിന് നല്ല കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണ്. അഭിലാഷ് നന്നായിട്ട് പ്ലേ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്, നല്ല സ്ട്രാറ്റജി ഉള്ള ഒരാളാണ്. പുള്ളിക്ക് ആ ഒരു കോൺഫിഡൻസ് പുള്ളിയുടെ ഫേസിലുണ്ട്, പുള്ളിയുടെ സംസാരത്തിലുണ്ട് ആ കോൺഫിഡൻസ്. അപ്പോൾ പുള്ളിയിൽ നിന്നും നല്ലൊരു ഗെയിം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്തെന്ന് പറയുന്നത് റിന ഫാത്തിമയാണ്. റിന ഫാത്തിമ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. പക്ഷേ എനിക്ക് അത്ര പരിചയമില്ലാത്തൊരു കുട്ടിയാണ്. അപ്പം കണ്ടപ്പോൾ ഒരു കൊച്ചുകുട്ടി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കോളേജിൽ പഠിക്കുന്നതാണ്. പക്ഷേ എത്രമാത്രം മച്യൂറായിട്ട് ഈ ഒരു ഗെയിമിൽ പങ്കെടുക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ടാസ്ക് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെ പോകുമെന്നുള്ളത്. റെന എൻ്റെ അഭിപ്രായത്തിൽ ഈ യങ് ഓഡിയൻസിനെ കുറച്ചുകൂടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ്. പുള്ളിക്കാരിക്ക് ആ ഏരിയയിൽ നിന്നും കുറച്ചുകൂടെ വോട്ട് കിട്ടാനും സാധ്യതയുണ്ട്. പുള്ളിക്കാരി ഇനി മറ്റേ പെങ്ങളൂട്ടി സ്ട്രാറ്റജി എടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതിനെപ്പറ്റി കാണാം. അടുത്തത് മുൻഷി രഞ്ജിത്താണ്. മുൻഷി രഞ്ജിത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻഷി രഞ്ജിത്ത് എനിക്ക് വളരെ ചെറുപ്പം മുതലേ നമ്മൾ കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഈ മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ. പുള്ളിക്കാരൻ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പുള്ളിക്കാരൻ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ ഉണ്ട്. പുള്ളിക്കാരൻ തമാശ പറയുന്ന ഒരാളും കൂടെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ ഒരു ആൾക്കാരെ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരാളും കൂടെയാണ്. പുള്ളിക്കാരൻ ഇനി പ്രത്യേകം സ്ട്രാറ്റജി ഉണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എന്താണ് പുള്ളിക്കാരനെ പറ്റിയുള്ള അഭിപ്രായം? സോ രഞ്ജിത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ വിചാരിച്ചു പുള്ളി പ്രെഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പുള്ളിയുടെ പേരുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളി വന്നു കഴിഞ്ഞാൽ എത്രമാത്രം കളിക്കുമെന്നുള്ളത്. കാരണം കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരെ കുറച്ചുകൂടെ ഇമേജ് കോൺഷ്യസ് ആയിരിക്കും. പക്ഷേ ഇന്നത്തെ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇമേജ് കോൺഷ്യസ് ആയിട്ടൊന്നും കളിക്കുന്ന ആളായിരിക്കത്തില്ല. നന്നായിട്ട് ബോൾഡായിട്ട് തന്നെ മെച്യൂറായിട്ട് തന്നെ അത് മുന്നോട്ട് പോകുമെന്ന് കരുതുന്ന ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് രഞ്ജിത്ത്. അടുത്തെന്ന് പറയുന്നത് ഗിസേൽ താക്കറലാണ്.
ഗിസേൽ താക്കറൽ എന്ന് പറയുന്ന ഒരു മോഡലാണ്, ആക്ട്രസ് ആണ്, അതുപോലെ തന്നെ ഓണ്ടർപ്രണർ ആണ്. പുള്ളിക്കാരിയാണ് ബിഗ് ബോസ് ഹിന്ദി സീസൺ 9 ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പം എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന ഒരു നല്ല ബോൾഡ് ആയിട്ടുള്ള ലേഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മലയാളി ഓഡിയൻസ് അത് എത്രമാത്രം ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയണം. അതുപോലെ തന്നെ പുള്ളിക്കാർക്ക് ഒരു ലാംഗ്വേജിന്റെ ബാരിയർ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാർക്ക് എല്ലാവരും മലയാളം പറയുന്നതില്ല ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്, അതുപോലെ തന്നെ തിരിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതൊരു ഡ്രോബാക്ക് ആയിരിക്കാം പുള്ളിക്കാരിയുടെ മുന്നോട്ടുള്ള പോക്കിന്. പക്ഷേ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഈ ബിഗ് ബോസ് സീസൺ ഹിന്ദിയിൽ ചെയ്തിട്ടുള്ളത് കാരണം നല്ലൊരു നന്നായിട്ട് ഗെയിം കളിക്കാൻ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് അതുപോലെ തന്നെയാണ് ഗിസലിനെ പറ്റി തോന്നുന്നത്. നല്ല കോൺഫിഡൻസ് ഉള്ള ഒരാളിനെ പറ്റി, പ്രത്യേകിച്ച് ഒരു എന്റർപ്രണർ ആയത് കാരണം അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്, എന്തിനെ ഫേസ് ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ആൾക്കാർ അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് പുള്ളിക്കാരുമായിട്ട് അത്ര ഇന്ററാക്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പ്രോബ്ലി അവർക്ക് ലാംഗ്വേജിന്റെ എന്തെങ്കിലും പ്രോബ്ലം കാരണമായിരിക്കാം. പക്ഷേ വരും ദിവസങ്ങളിൽ അവർ കുറച്ചും കൂടെ ആൾക്കാരുമായിട്ട് കൂടുതൽ ഇടപെടുന്നു നമ്മൾ വിചാരിക്കുന്നു. അവർ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അടുത്തത് ശാരികയാണ്. ശാരികയെ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്, ആദ്യമേ കണ്ടു തുടങ്ങിയത് ട്രോൾ വീഡിയോകളിലൂടെയൊക്കെ തന്നെയാണ്. അതായത് ഭയങ്കര അഗ്രസീവായിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന ഒരാളെ പോലെയാണ് കണ്ടത്. പക്ഷേ എനിക്ക് ഹൗസിൽ കയറിയപ്പോൾ മുതലുള്ള ഒരു ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി ജസ്റ്റ് ഓപ്പോസിറ്റ് ക്യാരക്ടർ ആണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതായത് അത്രയ്ക്ക് അഗ്രസീവ് ഒന്നും അല്ല പുള്ളിക്കാരി. ഇന്റർവ്യൂവിനകത്ത് കാണുന്നത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ മുതലേ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ആളായിട്ടാണ് കാണുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ആവാനാണ് സാധ്യത എന്നാണ്. പക്ഷേ പുള്ളിക്കാരി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് വിചാരിക്കുന്നു. എനിക്കും ശരിക്കും പറഞ്ഞാൽ ബോൾഡായിട്ട് ഒരു ലേഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ ഇന്റർവ്യൂ കാണുന്ന ഒരു വ്യക്തി ആയിരിക്കത്തില്ല ബിഗ് ബോസ് ഹൗസിൽ കാണുന്നത്. ഞാൻ ഈ വൈറൽ വീഡിയോസ് ഇന്റർവ്യൂസ് ഒക്കെ ജസ്റ്റ് കണ്ട് അങ്ങനെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം പുള്ളിക്കാരി എങ്ങനെ പെർഫോം ചെയ്യുന്നത്. പക്ഷേ നന്നായിട്ട് കളിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അടുത്തതെന്ന് പറയുന്നത് ഷാനവാസ് ഷാനുവാണ്. പുള്ളിക്കാരൻ ഒരു ടെലിവിഷൻ ആക്ടറാണ്. നമ്മുടെ വില്ലൻ അല്ലെങ്കിൽ നായകൻ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കുങ്കുമപ്പൂ, സീത എന്നൊക്കെയുള്ള. എന്നിട്ട് രുദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ വൺ ഓഫ് ദ ഫാനാണ് പുള്ളിയുടെ. അപ്പം പക്ഷേ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കുറച്ച് സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇന്നത്തെ സ്റ്റേജിലുള്ള പെർഫോമൻസ്. അപ്പം ഈവൻ ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട് അധികം സംസാരിക്കാത്ത ആളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്കറിയില്ല അങ്ങനെ ഒരാൾ എങ്ങനെ പോയി ഇതിനകത്തിൽ സർവൈവ് ചെയ്യുമെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇമേജ് കോൺഷ്യസ് ആവാനും ചാൻസ് ഉള്ള ഒരാളാണ് ഷാനവാസ്. എനിക്ക് അത് തന്നെയാണ് ഫസ്റ്റ് ഇംപ്രഷനിൽ ഫീൽ ചെയ്തത്. പുള്ളി കുറച്ചുകൂടെ സോഫ്റ്റ് സ്പോക്കൺ ആണെന്ന് എനിക്ക് തോന്നി. അതേപോലെ പുള്ളി ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണല്ലോ ഇങ്ങനെ സീരിയലിൽ അഭിനയിക്കുന്നത് കാരണം ഓഡിയൻസിൻ്റെ ഇടയിൽ. പക്ഷേ ഓഡിയൻസിന് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാവും പുള്ളിക്ക്. അപ്പം അതാണ് ഷാനവാസിനെ പറ്റി എനിക്കും തോന്നിയിട്ടുള്ള അഭിപ്രായം. ആദില ആൻഡ് നൂറ അവർ നല്ല സൂപ്പർ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആദില, നൂറ അവർ രണ്ടുപേരാണെന്ന് അവർക്കുള്ളൊരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരായിട്ടാണ് കളിക്കാൻ. അതൊരു പോസിറ്റീവും നെഗറ്റീവും ആവാം. കാരണം നമുക്ക് ഓർമ്മയില്ലേ മറ്റേ സജന ഫിറോസ് തേർഡ് സീസണിൽ വന്നപ്പം ഫിറോസിന് ചില സമയത്ത് സജന ഒരു ബാധ്യതയായിരുന്നു കളിക്കാൻ നേരത്ത്. പക്ഷേ അതുപോലെ ഇവിടെ വരുമ്പോൾ നമുക്കറിയത്തില്ല ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് കളിക്കും മാത്രമല്ല പല ഗെയിംസിനും ചിലപ്പോൾ ഇവർക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വരാൻ ചാൻസ്. പിന്നെ ഇവർക്ക് ഇമോഷണലി അവർ രണ്ടുപേരും ക്ലോസ്ഡ് ആയത് കാരണം ഇമോഷണലി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ അവർക്ക് അവിടുത്തെ പ്രഷർ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കളിക്കുന്നത് കാരണം അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ മലയാളി പ്രേക്ഷകർ എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്യാൻ. അടുത്ത ആള് നെവിനാണ്. നെവിൻ ഒരു കൊറിയോഗ്രാഫർ, ഫാഷൻ കൊറിയോഗ്രാഫറും സ്റ്റൈലിസ്റ്റും ഒക്കെയാണ്. പുള്ളിക്കാരന് എനിക്കറിയില്ല, മീൻസ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പുള്ളി ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കും എന്നാണ്. പക്ഷെ അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് അറിയില്ല. എനിക്കും അതേപോലെ നെവിനെ പറ്റി ഒരു ഓക്കെ അഭിപ്രായമാണ്. 50-50. ചിലപ്പോൾ നന്നായിട്ട് കളിക്കാനും സാധ്യതയുള്ളത്, ചിലപ്പോൾ അണ്ടർ കളിക്കാനും സാധ്യതയുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്കും നെവിനെ പറ്റി തോന്നിയിട്ടുള്ളത്. അടുത്തത് ശൈത്യ സന്തോഷിനെ ഞാൻ ശ്രദ്ധിച്ചത് ഒരു കോൺട്രവേഴ്സി വീഡിയോ വന്നതായിരുന്നു. ഒരു വഴക്കുണ്ടാകുന്ന ഒരു ചാനലിൽ വഴക്കുണ്ടാകുന്ന ഒരു വീഡിയോയെ പറ്റിയായിരുന്നു. ആ വഴിയിലൂടെയാണ് ഞാൻ കൂടുതൽ ശൈത്യനെ പറ്റി കണ്ടായിട്ട് ഞാൻ ഓർക്കുന്നത്. പിന്നെ പുള്ളിക്കാരി ഒനിലിനെ പോലെ തന്നെ ഒരു ലോയറാണ്. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം നല്ല പോലെയുള്ള വാഗ്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കും. നല്ലപോലെ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ്, പോയിന്റ്സ് പറയാൻ ഉള്ള കഴിവുള്ള ഒരാളാണ്. പിന്നെ ഒറ്റയ്ക്ക് ഇപ്പൊ ചെറുപ്പം മുതലേ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളായത് കാരണം നല്ല ബോൾഡായിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പം നല്ലൊരു മത്സരം പുള്ളിക്കാരിയിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, എനിക്ക് സെയിം തോട്ട്സ് തന്നെയാണ്. അടുത്ത കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് രേണുസുതിയാണ്. രേണുസുതി എന്ന് പറയുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറൽ കണ്ടന്റ്സ് ഒക്കെ വഴി പ്രശസ്തയാണ്. നമ്മൾ അത് രേണുസുതി കയറിയപ്പോ തന്നെ മുൻഷി രഞ്ജിത്ത് പറഞ്ഞ കേട്ടില്ലായിരുന്നു. ഞാൻ ഇത്ര ഫീൽഡ് ഔട്ട് ആയിട്ട് നിൽക്കുമായിരുന്നു, നിന്റെ കൂടെ ഒരു ഫോട്ടോഷൂട്ട് എടുത്ത് ഒന്ന് ബാക്ക് വരണമെന്നാണ് വിചാരിച്ചിരുന്നത്. അതെ, കാരണം നമുക്ക് പുറമെ ഒത്തിരി പേഴ്സണൽ പുള്ളിക്കാരിയുടെ കുറെ പേഴ്സണൽ ഇഷ്യൂസിലൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ കാണും. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഗെയിമറായിട്ട് പുള്ളിക്കാരി അതിൽ കയറുമ്പോൾ നമ്മൾ പേഴ്സണൽ തിങ്ങിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു ഗെയിമറായിട്ട് പുള്ളിക്കാരി അവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പുള്ളിക്കാരി എങ്ങനെ ഇവിടുത്തെ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. പുള്ളിക്കാരി നന്നായിട്ട് കളിക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ പുള്ളിക്കാരിക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല. കുറെ നെഗറ്റീവ്സ് പുള്ളിക്കാരി ഓൾറെഡി ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുള്ളിക്കാരി ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പുള്ളിക്കാരിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. നന്നായിട്ട് ഇറങ്ങി കളിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് രേണുസുതി. അതുപോലെ ഏറ്റവും ലാസ്റ്റ് കണ്ടസ്റ്റന്റ് അപ്പാനി ശരത്തായിരുന്നു.
ഇന്നത്തെ വീഡിയോയിൽ. അപ്പം അനീഷ് ശരത്തിനെ പറ്റി എനിക്കും ആദ്യം പറഞ്ഞ പോലെ ഒരു ഓക്കെ കണ്ടസ്റ്റന്റ് ആണ്, ഒരു 50-50 ആണ്. ചിലപ്പോൾ അണ്ടറായിട്ട് കളിക്കാനും ചിലപ്പോൾ നന്നായിട്ട് വരാനും സാധ്യതയുള്ളൊരു ആളിനെ പോലെയാണെന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ പുള്ളി അത്ര അഗ്രസീവ് അല്ല, അത്ര ഒരു സോഫ്റ്റ് സ്പോക്കൺ പോലെ എനിക്കും തോന്നിയിട്ടുള്ളത്. നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല പുള്ളിക്കാരന് എന്നാണ് എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു ഇംപ്രഷൻ. എനിക്കും ആ സെയിം അഭിപ്രായം തന്നെയാണ്. അപ്പം ആ പുള്ളിയുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഒരു സാധാ പാവ മനുഷ്യൻ എന്നുള്ള ഒരു അഭിപ്രായമാണ്. അപ്പം എങ്ങനെ അങ്ങനെ ഒരാൾ ഇവിടെ ബിഗ് ബോസ് പോലുള്ള ഹൗസിൽ അവിടെ വലിയ ഫൈറ്റ്സ് ഉണ്ടാവും, വാഗ്വാദങ്ങളുണ്ടാവും. അപ്പോൾ അതിലൊക്കെ എങ്ങനെ അവർ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളതെന്നൊക്കെ അത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പം ഇതാണ് നമ്മൾക്ക് ഈ ഇതിനകത്തുള്ള കണ്ടസ്റ്റന്റിനെ പറ്റിയുള്ള അഭിപ്രായം. സോ ഇതിനകത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞത് മോസ്റ്റ് ഓഫ് ദ കണ്ടസ്റ്റൻസിന് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നല്ല പ്രതീക്ഷയുള്ള കണ്ടസ്റ്റൻസ് ആണ്. നന്നായിട്ട് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് നല്ല എന്റർടൈൻമെന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സീസണായിട്ടാണ് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അടുത്തതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ പ്രാവശ്യത്തെ തീമിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം? എന്ത് ടൈപ്പ് ഒരു ബിഗ് ബോസ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നത് ഈ പ്രാവശ്യം കൂടുതൽ ടാസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ബിഗ് ബോസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ മോഹൻലാൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് പണി വരുന്നുണ്ട് എന്നുള്ളത്. മാത്രമല്ല നമ്മൾ നാളത്തെ പ്രോമോ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് നല്ല കണ്ടന്റ് ആണ് ഇവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ അവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആദ്യത്തെ മത്സരം ആദ്യം അവർ കയറുന്ന തന്നെ ഒരു ടാസ്കിലൂടെ. അപ്പം ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല നേരത്തെ ഉള്ള ഇതിനകത്ത് ഇങ്ങനെ ടാസ്കിലൂടെ ആണോ ഫസ്റ്റ് ഡേ തന്നെ കയറുന്നത്. ഇതുപോലെ ഒരു അഗ്രസീവ് ടാസ്ക് ഫസ്റ്റ് ഡേ കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഫോർത്ത് സീസണിൽ ഇതുപോലെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, പാവയെ തട്ടിപ്പറിക്കോ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ വെച്ചിട്ടാണ് റോബിനും ജാസ്മിനും ആദ്യമേ തന്നെ തെറ്റിയത്. അതല്ല, അത് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ അത് കയറുന്നതിന് മുന്നേ അല്ലായിരുന്നല്ലോ. ഇതിപ്പോ കയറുമ്പോ തന്നെ ടാസ്കോട് കൂടിയാണ് ഇവർ അകത്തേക്ക് കയറുന്നത്. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ഡേ മുതൽ അവർ ടാസ്ക് തുടങ്ങിയ ഒരു സീസൺ ആണിത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ ടാസ്കിനായിരിക്കും കുറച്ചുകൂടെ മുൻഗണന ഈ സീസണിൽ കൊടുത്തിരിക്കുന്നത്. അതെ, കൂടുതലും എനിക്കൊന്ന് സർവൈവൽ ഇതായിരിക്കാനാണ് ചാൻസ്. ഈ പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത പണിപ്പുര എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് അതിന്റെ ഒരു ക്ലൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സർവൈവൽ ടാസ്ക് തന്നെയായി. അത് മാത്രമല്ല ഇന്ന് ലാസ്റ്റ് കൊടുത്ത ഒരു ടാസ്കും അതുമായിട്ട് റിലേറ്റഡ് ആണല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഒരു സർവൈവൽ പ്ലസ് അഗ്രസീവായിട്ടുള്ള ടാസ്ക് ഉള്ള സീസൺ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിനെ. അപ്പം നമുക്ക് പുതുതായിട്ട് ബിഗ് ബോസ് മലയാളത്തിനൊരു പുതുതായിട്ടൊരു ഹൗസ് കിട്ടിയിരിക്കും. അപ്പം ആ ഹൗസിനെ പറ്റിയുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താ? എനിക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട് പോലെയാണ് തോന്നിയിട്ടുള്ളത്. എല്ലാത്തിനും അവർക്ക് കുറച്ചും കൂടെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ തീമിനെക്കാട്ടിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തീം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു വീട് കണ്ടിട്ട്. ഒരു പോസിറ്റീവ് ഒരു നല്ലൊരു ലൈറ്റിംഗ് ഒക്കെ കുറച്ച് ഒരു ബ്രൈറ്റ് ആയിട്ട് ഒരു ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് കുറച്ച് മറ്റേ ചെടിയും പൂക്കളും കായ്കളും ഒക്കെ ഉള്ളത് കാരണം നമുക്കൊരു പ്ലീസിംഗ് ആണ്, കണ്ണിന് കുറച്ചുകൂടെ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഈ പ്രാവശ്യം അവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പൗഡർ റൂം, അതുപോലെ പണിപ്പുര, പിന്നെ സ്റ്റോറേജ് റൂം ആണെന്നുണ്ടെങ്കിൽ ജയിലിന്റെ ഡിസൈൻ, അതൊരു വെറൈറ്റി ഡിസൈൻ. ആ കിടക്കുന്നത് ഭയങ്കര സ്ലാൻഡിങ് ഒരു കിടക്കാണ്. അപ്പം കല്ലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇവിടെ വന്ന് സുഖിക്കാനല്ല പണിയെടുപ്പിക്കാനാണ് എന്നുള്ളത് ജയിലിൽ. അപ്പൊ കഴിഞ്ഞ നമുക്ക് ഓർക്കുന്നില്ലേ പഴയ സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് വന്നിട്ട് ജയിലിൽ വന്ന് കിടന്നിട്ട് ജയിലിൽ പോകാൻ വേണ്ടി മത്സരമായിരുന്നു. അപ്പൊ അത് ഈ പ്രാവശ്യം നടക്കില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത്. പിന്നെ എനിക്കാണെങ്കിൽ അവരെ ഒരു സെൻട്രൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് കണ്ടില്ല. ആ വീടിനുള്ളിൽ ഒരു ഗാർഡൻ സ്പേസ് പോലെ ഒരു ഏരിയ ഇരിക്കാനൊക്കെ, അതും ലിവിങ് സ്പേസ് അല്ലാതെ ഒരു ഇന്റേണൽ സ്പേസ്, അത് നല്ലൊരു കൺസെപ്റ്റായിട്ട് തോന്നി, കുറച്ചും കൂടെ ഏരിയ ഉള്ള പോലെ. അതുപോലെ തന്നെ ആ വാഷ്റൂമിന്റെ ഏരിയയും കുറച്ചും കൂടെ നന്നായിട്ട് തോന്നി. പിന്നെ അവിടുന്ന് ഡയറക്റ്റ് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതെനിക്കൊന്ന് ഫസ്റ്റ് സീസണിൽ അതുപോലെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അത് വാഷ്റൂമിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങാനായിരുന്നു, അതോ അവർക്കൊരു സ്മോക്കിംഗ് ഏരിയ ആയിരുന്നു തോന്നുന്നല്ലേ, സെപ്പറേറ്റ് ഉണ്ടായിരുന്നു, അത് ഓർക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനൊരു കുറച്ച് വ്യത്യാസമായിട്ടൊക്കെ എനിക്കൊരു ഫീൽ ചെയ്തു. നല്ല ഭംഗിയായിട്ടൊക്കെ തന്നെയാണ് എനിക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഈ പ്രാവശ്യത്തെ എല്ലാ ഡയലോഗ്സും കുറച്ച് സ്ട്രോങ് ആയിരുന്നു. അപ്പം മറ്റേ ഇതിനകത്ത് കൺഫെഷൻ റൂമിൽ പോയിട്ട് ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് കേട്ടില്ലേ, ചെയ്ത പാവങ്ങളെ പറ്റിയല്ല കുമ്പസരിക്കാൻ പോകുന്നത്, ചെയ്യാനിരിക്കുന്ന പാവത്തെ പറ്റിയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ അത് പുള്ളി തന്നെ ആദ്യമേ പ്രേക്ഷകർക്ക് ഒരു ഇതിട്ട് കൊടുക്കുക, പ്രതീക്ഷ കൊടുക്കുവാണ്. ഞാൻ ഇങ്ങനെ ആയിരിക്കും, ഞാൻ സോഫ്റ്റ് ആയിരിക്കുന്നില്ല ഈ പ്രാവശ്യം, നിങ്ങൾ എന്നെ അങ്ങനെ പ്രതീക്ഷിക്കില്ല എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത് പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. അതുപോലെ ഇവരെയാണെന്നുണ്ടെങ്കിൽ ഈ ഓർഗനൈസിംഗ് കമ്മിറ്റി നല്ലതായിട്ട് അത് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ലാലേട്ടനെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവര് ഇത് ചെയ്യുന്ന പോലെ പറയുന്ന പോലെ ആയിരിക്കുമല്ലോ പുള്ളി പെർഫോം ചെയ്യുന്നത്. അപ്പം അവര് നല്ല രീതിയിൽ ഈ ടാസ്കുകൾ
ഒക്കെ നടത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടി ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. അതെ ഇന്നത്തെ ലാസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് മറ്റേ ആദ്യം അവർക്ക് ഒരു ടാസ്ക് കൊടുത്തില്ല. ആ ടാസ്കിനകത്തിലെ വിജയികളെ അവർ പറയുന്നത്. അപ്പോൾ ആര്യനായിരുന്നു ഫസ്റ്റ് വന്നത്, സെക്കൻഡ് ബിന്നി, തേർഡ് ഷാനവാസും ആയിരുന്നു. അപ്പം ഇവർക്ക് 3 പേർക്ക് ഇവർക്ക് ഉള്ള പെട്ടികൾ എല്ലാവരെയും പെട്ടികൾ സ്റ്റോർ റൂമിൽ വന്നിട്ട് എടുത്ത് നോക്കിയപ്പം പെട്ടികളിൽ ഇവർക്ക് 3 പേർക്ക് മാത്രമേ അവരുടെ ഒറിജിനൽ സാധനങ്ങൾ കിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്തോ യൂണിഫോമിന്റെ കാര്യം ബാക്കി എല്ലാവർക്കും ഒരു യൂണിഫോം ആയിരിക്കും അവർക്ക് കിട്ടിയിരിക്കും. അവർക്ക് എന്തോ ഒരു ഞാൻ കണ്ടു ഒരു തടി പോലൊരു ഇതും മെറ്റൽ ബ്ലോക്ക് പോലുള്ള ഒക്കെ കൊടുത്തേക്കുന്ന കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ലിവിംഗ് റൂമിലോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അതായത് ഫസ്റ്റ് 3 സ്ഥാനത്തിലുള്ളവർക്ക് സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് അവരുടെ നിന്ന് തട്ടിയെടുക്കാം എന്നുള്ള ഒരു ഓപ്ഷനോട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇവർ അതിന്റെ ടാസ്ക് അതാണ് പ്രൊമോയിൽ നിന്ന് കണ്ടതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഈ ഒരു സ്റ്റാർ കിട്ടാൻ വേണ്ടി ആൾക്കാർ പുറകെ എടുക്കുക. ആരോ കയറി വാഷ്റൂമിനകത്ത് കയറി ഒളിച്ചിരിപ്പുണ്ട്, പണ്ടത്തെ 4th സീസണിലെ പോലെ. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാൻ നാളെ ഒരു വലിയ അടി പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ എപ്പിസോഡ് കാണാം. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു അനാലിസിസ് വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു.